വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കൂതാളിയിൽ ഹിറ്റാച്ചി മറിഞ്ഞ അപകടം. കർണാടക സ്വദേശിയായ ഡ്രൈവർ ഹിറ്റാച്ചിയുടെ അടിയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഡ്രൈവറെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. വെള്ളാറട പോലീസും പാറശാല ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തുണ്ട്. MP ദേവൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദേവൻ, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. രുചീഷ്, ഏകദേശം 1 മണിക്കൂർ മുൻപാണ് ഈ അപകടം സംഭവിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കൂതാളിയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ അതിന്റെ നിർമ്മാണ ആവശ്യത്തിനായിട്ടാണ് ഈ ഹിറ്റാച്ചി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഹിറ്റാച്ചി ഈ നിർമ്മാണത്തിന് പ്രവർത്തനത്തിനിടെയാണ് തലകീഴായി മറിയുന്നതും. അതിലിപ്പോൾ ഡ്രൈവർ ഈ വാഹനത്തിന് അടിയിലായി കുടുങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം കർണാടക സ്വദേശിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ വെള്ളറട പോലീസും പാറശാല ഫയർഫോഴ്സ് സംഘവും അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. പക്ഷേ ഈ ഹിറ്റാച്ചി എടുത്ത് ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള മറ്റ് വലിയ വാഹനങ്ങൾ, ട്രെയിൻ അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഈ അപകട സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ചില പരിമിതികളുണ്ട്. അത്ര ഒരു ദുർഘടം പിടിച്ച ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം വലിയ വാഹനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഈ അധിക സമയം നീണ്ടു നിൽക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെ മറ്റു സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹിറ്റാച്ചിയുടെ അടിയിൽ നിന്നും ഈ ഡ്രൈവറെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഈ പോലീസും തന്നെ മറ്റ് മെഡിക്കൽ സംഘം പോലെ അവിടെ എത്തിയവർ നിരീക്ഷിച്ച് വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ വലിയ വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ ഹിറ്റാച്ചി അവിടുന്ന് ഉയർത്താൻ പറ്റുന്ന തരത്തിലുള്ള വലിയ വാഹനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹിറ്റാച്ചി എടുത്ത് ഉയർത്താൻ ഈ ആദ്യഘട്ടത്തിൽ സാധിക്കാതിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ശരി ദേവനൻ, നെയ്യാറ്റിൻകരയിലാണ് ഇത്തരത്തിൽ ഹിറ്റാച്ചി മറിഞ്ഞ് അപകടമുണ്ടായത്.